ഡോക്ടറെ, ഞാൻ പലതവണ ആലോചിച്ചതാ ഈ പ്രസിഡന്റ് സ്ഥാനമൊക്കെ കളഞ്ഞ് സ്വസ്ഥമായിട്ട് വീട്ടിലിരുന്നാലോന്ന്. സമ്മതിക്കില്ല, ഈ നാട്ടുകാർ സമ്മതിക്കില്ല. മനസ്സിലായില്ലേ? എനിക്കത് മനസ്സിലാവും. കുട്ടികൾ എത്രയുണ്ട്? 2 ആൺമക്കളാ. മൂത്തവനങ്ങ് മിലിറ്ററിയില്ല. രണ്ടാമത്തവൻ അറിയില്ലേ, ബാലൻ. അവൻ ഈ സൊസൈറ്റി. അതെല്ലാം എനിക്കറിയാം. ഞാൻ പ്രസിഡന്റ് സാറിന്റെ കാര്യം ചോദിച്ചത്. എനിക്കോ? എനിക്കൊരു കുട്ടിയേ ഉള്ളൂ, മകളാ. എന്ത് ചെയ്യുന്നു? കോളേജിൽ പഠിക്കുക. എന്താ സബ്ജക്ട്? സബ്ജക്ട് ചായ വന്നില്ലല്ലോ. ചന്ദ്രമതി, BSc കെമിസ്ട്രി സെക്കൻഡ് ഇയർ. അതെ, അത് തന്നെ, അത് തന്നെ. അതാണല്ലോ ഇപ്പൊ പൊതുവെ കോളേജിലൊക്കെ ഉള്ള ഒരു. കഴിച്ചില്ല. ചായ വന്നു. ഞങ്ങളിങ്ങനെ വീട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. സാറിന് വീട്ടിലാരൊക്കെ ഉണ്ട്? അങ്ങനെ പറയാനായിട്ട് പ്രത്യേകിച്ച് ആരുമില്ല. അതെ, 3 സിസ്റ്റേഴ്സാ. 3 പേരും അങ്ങ് വെളിയിലാ. ഓഹോ. ഒരാള് സൗദിയില്, ഒരാള് സിംഗപ്പൂര്, ഒരാള് ലുക്കീമിയല്. എവിടെ? ലുക്കീമിയല്. എവിടെ? ലുക്കീമിയല്. ഓ. പിന്നൊരാള് 3 ആയല്ലോ. ആയി. പിന്നൊരാള് കുട്ടിക്കാലത്ത് പെട്ടെന്ന് മരണം ഉണ്ടായി. അതാണ് എന്റെ ഫസ്റ്റ് ഷോക്ക്. കുട്ടികൾ എത്രയുണ്ട്? എനിക്കോ? എന്താ ചെയ്യ ചോദിച്ചാ? കല്യാണം കഴിച്ച് കുട്ടികളൊന്നും ആവേണ്ട പ്രായമായിട്ടില്ല എനിക്ക്. ഇതിപ്പോ ഏതാ മാസം? ഡിസംബർ. ഡിസംബർ. അടുത്ത ഡിസംബർ ആവുമ്പോഴേക്കും 28 വയസ്സ് തികയും. കണ്ടാ തോന്നില്ല കേട്ടോ. എന്താ ചെയ്യാ, ഒരാങ്ങളല്ലേ ഉള്ളൂ. പെങ്ങന്മാരെല്ലാവരും കൂടി ഉരുട്ടി തന്നു. ഞാൻ കേറി അങ്ങ് തടിച്ചു. എന്റെ ഈശ്വര. അമ്മേ, മകളാ? അതെ. പരിചയപ്പെട്ടില്ല. അപ്പോഴേ താക്കോലെ രാഘുവാരത്തിന് മുമ്പ് അങ്ങ് പ്രവേശിക്കേണ്ടതാ. അത് മറന്നു. അമ്മേ, ആ കളപ്പനയുടെ താക്കോലിങ് എടുത്തോളൂ. എന്താ കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചു. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? അതെ, ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് അന്യടത്ത് പോയി താമസിക്കണത് പ്രസിഡന്റിനോട് നാണക്കേടാ. സൗകര്യക്കുറവാണ്. ഒക്കെ കുറിപ്പ് നോക്കിക്കോളും. അമ്മേ, അമ്മയുടെ കൈകൊണ്ട് തന്നെ ഐശ്വര്യമായിട്ട് ആ താക്കോലിങ് കൊടുത്താട്ടെ. അമ്മ, ഇത് നമ്മുടെ പുതിയ ഡോക്ടറാ. ഓ, നമസ്കാരം. നമസ്കാരം. മോളെ, എന്റെ നടുവേദനയുടെ കാര്യം പറഞ്ഞോടി നീ. അയ്യോ അമ്മ, ഇത് മൃഗങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറാ. ഇന്ന് മുതല് ഡോക്ടർ നമ്മുടെ കളപ്പുരല്ല താമസം. ഇങ്ങോട്ട് കൊടുത്താട്ടെ. പഴനി ആണ്ടവാ, മുരുക, അമ്മേ ഒന്ന് അനുഗ്രഹിച്ചോളൂ. നന്നായി വരട്ടെ. ഇന്ന് ഇതുകൊണ്ട് ഏതായാലും തൊണ്ട നനയ്ക്കാം. നാളെ മുതൽ ഇത് ആവർത്തിക്കണ്ട. കാശ് കൊടുത്ത നല്ല ചുവന്ന വെള്ളം കിട്ടും. മിലിറ്ററി വന്നല്ലേ ഉള്ളൂ, പെട്ടെന്ന് സംഘടിപ്പിക്കാനൊരു. ഞാനാ ബാലൻ. എന്താടാ ഈ കഥ ഒന്ന് തുറന്നേ. ആരാ? മകൻ ബാലനാ? Who is the patient? ഇതാണ് എന്റെ മകൻ ബാലൻ. എല്ലാവരും മനസ്സിലായി. രാവിലെ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തിരുന്നു. അല്ല, അതെ, ആരോട് ചോദിച്ചിട്ട് ഇവിടെ കയറി താമസമാക്കിയത്? Who is this fellow? ഞാൻ ഈ കളപ്പുരയുടെ അവകാശിയാ. എന്റെ അമ്മയുടെ വീതം ഇത്. പ്രസിഡന്റ് താക്കോൽ എടുത്തിട്ട് പറഞ്ഞാലും ഇതിനകത്ത് കയറി താമസിക്കണമെങ്കിൽ എന്നോട് ചോദിക്കണം. ബ്രദർ, യു സി പ്രസിഡന്റ്. വേണ്ട, വലിയ ഇംഗ്ലീഷ് ഒന്നും അടിക്കണ്ട. ഇന്നൊരു രാത്രി എന്റെ ഔദാര്യത്തിൽ ഇവിടെ താമസിക്കുക. നാളെ നേരം വെളുത്താൽ നിങ്ങൾ ഇവിടെ കാണരുത്. മനസ്സിലായോ? വാ. പരിഹാരം ഉണ്ടാക്കാം. പലഹാരം ഉണ്ടാക്കാം? അല്ല, പരിഹാരം ഉണ്ടാക്കാം. എന്നെ ആരെയും പേടിച്ചിട്ടല്ല, ഒറ്റയ്ക്ക് നേരിടാൻ കഴിയാഞ്ഞിട്ടുമല്ല. പക്ഷെ ഞാൻ എന്തെങ്കിലും ചെയ്താ അതിന്റെ ദോഷം പ്രസിഡന്റിനാവൂലോ എന്ന് വിചാരിച്ചിട്ടാ. കുറെ കളരിഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ നമ്മളും കോളേജിൽ നിന്ന് ഇറങ്ങിയത്. മാരകായുധങ്ങളുമായി എന്തിനു തയ്യാറായിട്ടാണ് അവർ വന്നത്? പിന്നെ താൻ എന്താ കുന്തം പിടികൊണ്ട് എന്ന് കളഞ്ഞത്? വഴക്കിനൊന്നും പോകണ്ട പ്രസിഡന്റ്. നമുക്ക് പോലീസിലൊന്ന് പറഞ്ഞാലോ? പൊക്കോണകത്ത്. ഞാനോടുള്ളപ്പോഴെന്തിനാ പോലീസും പട്ടാളോ? ഡോക്ടറെ, നമുക്ക് ഇത് ധൈര്യമായിട്ട് നേരിടാം. എങ്ങനെ?
ആ, അതായത് നമുക്ക് ആ വീടങ്ങ് മാറാം. ആ അത് തന്നെ ഞാനും പറയാൻ വന്നത്. ആ. ഞാനിപ്പോ എന്താ വേണ്ടേ? നിക്കണോ അതോ പോണോ? നിക്കണം. നാളെ തന്നെ ഇതൊക്കെ മാളികയോട്ട് മാറിക്കോ. അവിടെ അവന്റെ അമ്മയുടെ അവകാശം പറഞ്ഞോണ്ടാരും വരികയല്ലോ. എന്തിനാ പപ്പനെ പറയുന്നത്? മുഖത്ത് കരി തേച്ചതുപോലെ ആയില്ലേ? സ്വന്തം പെങ്ങള് തന്നെ വീതവും വിലയും പറഞ്ഞ് ചെക്കനെ അങ്ങോട്ട് അയക്കുന്നത്. നീ ഇങ്ങനെ തുടങ്ങിയാൽ അമ്മയ്ക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല പപ്പ. കളപ്പുര അവന്റെ അമ്മയുടെ വീതമാ. അവിടെ അതിക്രമം കാണിച്ചാ അവൻ ചോദിക്കെന്നെ ചെയ്യും. നിന്നോട് വാക്ക് ചോദിക്കാമായിരുന്നില്ല നിന്റെ ഏട്ടനെ? ആ മുത്തശ്ശൻ പറഞ്ഞതിലും കാര്യമൊക്കെ ഉണ്ട്. എല്ലാം കൈയടക്കി വെച്ചിരിക്കല്ലേ അമ്മാവൻ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ ഓഹരിയുടെ പേരും പറഞ്ഞ് ആരും ഏട്ടന്റെ അടുത്ത് വഴക്കിന് പോകണ്ട. എന്റെ കാലം കഴിഞ്ഞ് ആരെന്ത് വേണേലും അയക്കൂ. ഇതാ മുത്തശ്ശൻ. എന്താ കുഞ്ഞന്നാരെ കറക്കുന്നുള്ളൂ? ഇല്ല, കറന്നത് കാച്ചി പതപ്പിച്ചോണ്ടിരിക്കുക. എന്നിട്ട് പതഞ്ഞോ? ആ പറഞ്ഞു പറഞ്ഞു വരുന്നു. കൊരയോട് കൊര കൊരച്ച് ഉണക്കക്കൊള്ളി പോലെ ആയെങ്കിൽ അതേന്ന് പിടിവിടുകയല്ലയോ കാലത്ത് ഇതേ അഞ്ചാറ് വീട് കുഞ്ഞന്നാരുടെ ഈ പുളിച്ച കാടിയും കൂടി ആവുമ്പോ വഴക്കിന് പോകുന്നത് അറിയില്ലല്ലേ ആന്ത്രോസേ? അതേ എന്റെ ഉൾപ്പല. അതാ ഞാനും പറഞ്ഞു വന്നത്. അതെ, ഈ വളവളാന്നുള്ള വർത്താനം നിർത്താമോ? അതിന് അങ്ങേരൊന്നും പറഞ്ഞില്ലല്ലോ. പറയാൻ വന്നു. കുഞ്ഞന്നായരെ, ഇന്നലത്തെ സംഭവം ആലോചിക്കുമ്പോ സത്യം പറഞ്ഞാൽ എനിക്കൊരു അഭിമാനം തോന്നുന്നു. ഇവൻ ആരടാ? ഇന്നലത്തെ സംഭവത്തിൽ നിനക്കെന്ത് കാര്യം? അത് പപ്പന്റെ ചങ്കൂറ്റിയാണ്. ഒരു പപ്പൻ. കുഞ്ഞന്നാരെ ഉള്ളത് പറയാമല്ലോ. അതായത് എന്റെ ഒരു നിൽപ്പും പോസും ഒക്കെ കണ്ടപ്പോഴേ പശുപതി പാതി തളർന്നുപോയി. ഡോക്ടറെ, സൊസൈറ്റി ബാലിനോട് കളിക്കല്ലേ എന്ന് വരട്ടും കൂടി ആയപ്പോ സംഗതി ക്ലീൻ. അയാള് ഞങ്ങളുടെ അല്ല എന്റെ കാല് വീണില്ലേ? അല്ല അധികം വിടല്ലേ മോനെ. എടോ മന്ത്രിമാരെക്കാൾ പവറിലല്ലേ ഞാനങ്ങോട്ട് കയറി ചെന്നത്. അയാൾ വിറച്ചു പോയില്ലേ? എന്നോട് ചൂടാകുകയോ മറ്റോ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അപ്പം വെടിവെച്ചേനെ. അവിടെ കിടന്ന് അടച്ചേനെ. അവിടെ കിടന്ന് അടച്ചേനെ. ഇതുപോലെ എന്ന് പറഞ്ഞ് വിക്കിക്കൊണ്ട് വെടിവെച്ചാലേ ഉണ്ട തോക്കിന്റെ തൊണ്ടേ കൊടുങ്ങും. ഓടാ മണുമണുപ്പ വെടിവെക്കാൻ അറിയാവുന്ന ഒരുത്തൻ. നീ ഇളിക്കണ്ട ബാല. ആ പപ്പൻ ഇല്ലായിരുന്നെങ്കിൽ ആ ഡാക്കറ്റിന് നിങ്ങൾ രണ്ടിനെയും പോകച്ചേന്. വീണ്ടും പപ്പൻ എന്നെ കൊണ്ടത് പപ്പന്റെ ആത്മബലമായി ഈ ബാലൻ. അത് ഇടുപാല. ഈ പോക്കണം കോട്ട് ഒരാൺകുട്ടി ഉണ്ടെങ്കിൽ അത് വലിയ പെരുമ്പഴാവിൽ വലക്കേതിൽ പപ്പനാ. അതെ, അവനാ തന്റെ അടി. പെണ്ണെന്താ കാലത്തെ മുഖം വീർപ്പിച്ചുകൊണ്ട്? എവിടേക്കാ കാലത്ത് അടുത്ത വഴക്കിനാ? അതെ, പ്രസിഡന്റിനോട് ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. എല്ലാം അച്ഛന്റെ മേൽ ചാരിക്കോ. ഒടുവിൽ എന്നെ ചോദിക്കാൻ വരുമ്പോഴാ പാവത്തിന്റെ ധൈര്യം അറിയാൻ പോണത്. നിന്റെ അച്ഛനെ ആര് നോക്കുന്നു? നിന്നെ കെട്ടാറായി തോന്നുമ്പോ ഞാൻ വന്ന് നിന്നെ തട്ടിക്കൊണ്ടങ്ങ് പോരും, അത്ര തന്നെ. അച്ഛനും അമ്മയെ സമ്മതിക്കാതെയോ? ചുമ്മാ വീമ്പ് പറയാതെ പപ്പേട്ട. പിന്നെ പെണ്ണെന്താ വിചാരിച്ച് ഞാൻ വന്ന് നിന്റെ അച്ഛന്റെ കാല് പിടിക്കുന്നു? അതിനെ പപ്പൻ വേറൊരു ജന്മം ജനിക്കണം. ഞാൻ സമ്മതിച്ചില്ലെങ്കിലോ? നീ സമ്മതിക്കില്ല? ഇല്ല. ഇല്ല? ആഹാ, എന്നാ നിന്നെ കൊണ്ടുപോകാൻ പറ്റുമോ ഞാൻ നോക്കാം. വീടില്ല. ഇനി ധിക്കാരം പറയരുത്. ഒരു ഉമ്മ അന്ന വിട്ടേക്കാം. വിടില്ല. ആരും വരില്ല. നിന്റെ അച്ഛൻ തന്നെ വന്നാലും ഞാൻ വിടില്ല. ഒരു ഉമ്മ എന്നിട്ട് പോയി. ശരി, കണ്ണടയ്ക്ക്. കണ്ണടയ്ക്കാൻ. ആ കുട്ടി വന്നോളൂ. ബാ 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 ബാ. കുട്ടി ഒന്ന് മാറിക്കേ. പശു ഒന്ന് മാറ. പശു എന്താ ഈ അനുസരണമില്ലാത്ത? എന്താ എന്താ പശുവിനൊരു ദീനം. എന്താ ഇത് തൊഴുത്തോ? ഇതിനൊക്കെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിരിക്കണ എന്റെ ഈശ്വര? ഗോപാല പിടിച്ച് പുറത്താക്കി. പുറത്തേക്ക് ഇറക്കാൻ പറഞ്ഞില്ലേ ഞാൻ? ഇവനെന്തിനാ പെണ്ണെ കയറി പിടിക്കണേ? ഇറക്കടാ. പുറത്തേക്ക് ഇറക്കാൻ പറഞ്ഞില്ലേ? എന്താണത്? ഇറങ്ങ ഇറങ്ങ. പുറത്തേക്ക് ഇറക്കാൻ പറഞ്ഞ പിന്നെ ഞാൻ ഇതുപോലെ ഒരു ദിവസം നിന്നെ പിടിച്ച് കെട്ടും. എന്താ ഇത്?
ജേഴ്സിയാ? അല്ല, മേഴ്സി എന്നാ പേര്. എങ്ങനെ മനസ്സിലായി? ഒറ്റ നോട്ടത്തിൽ അറിയാം ഏതിനമാണെന്ന്. അതാ ഡോക്ടർ. ഞാൻ പറയാം, നീ ഒന്നും മിണ്ടണ്ട. എന്താ അസുഖം? അങ്ങനെ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. തന്നോട് ചോദിച്ചില്ല. എന്താ അസുഖം? ഒരു വിശപ്പില്ലായ്മ. ഡോക്ടറെ ഒന്ന് കാണിക്കാൻ കാണിച്ചോണ്ടൊക്കെ നിന്നാ പോരാ, ഞങ്ങളും കാണിക്കാൻ വന്നിരിക്കുക. കാണിക്കണല്ലേ? അതാരാണെന്ന് നോട്ട് ചോദിച്ചേക്ക്. ഞാൻ വന്നതിന് ശേഷം അയാൾക്ക് വേറെ കുറെ ട്രീറ്റ്മെന്റ് കൊടുത്തോളാം. ഇത് ഇവിടെ തന്നെ നിൽക്കട്ടെ, ഞാൻ പിന്നീട് വന്നിട്ട് നോക്കിക്കോളാം. താമാടോ, വരടോ. ഏതോ ഒരു അഹങ്കാരി ഇവിടെ നിന്ന് വിളിച്ചു കൂവുന്നുണ്ടായിരുന്നല്ലോ. ആരാത്? ഇയാളാ? വിപ്ലവ ചിന്താഗതി ഉണ്ടാവും മനസ്സിൽ. ബുദ്ധിജീവിയാണ് അല്ലേ? ഇയാളെ വിളിച്ച് മാറ്റിയെടുത്ത് അവസാനം വന്നാ മതി. കൂടോ. എന്താ പശുവിന് അസുഖം? ഒന്നും തിന്നണില്ല. തിന്നണില്ല. എത്ര നാളായി? ഒരാഴ്ചയായി. ഒരാഴ്ചയായിട്ട് ഈ പശുവിനും കൊടുത്തോ? ഇല്ല. ഒരാഴ്ചയായിട്ട് ഈ പശുവിനൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തിന്നണില്ല. ഇതിന്റെ കളറൊക്കെ പെയിന്റ് അടിച്ചതാണോ? അല്ല, ഇതൊക്കെ നേരത്തെ ഉള്ളതാ. നേരത്തെ ഉള്ളതാണ് അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, നാടൻ പശു അല്ലേ? അതെ. അപ്പൊ നാട്ടുമരുന്ന് കൊടുക്കാം. ആര്യവേപ്പിന്റെ ഇലയെടുത്ത് നന്നായിട്ട് അരച്ച് കാടി വെള്ളത്തില് കാലത്ത് 10 മണിക്ക് കൊടുക്കുക, ഉച്ചയ്ക്ക് 12 മണിക്ക് കൊടുക്കുക, പിന്നെ വൈകുന്നേരം പശു ഉണ്ടെങ്കിൽ കൊടുത്തേക്ക് കേട്ടോ. അടുത്താൾ വരൂ. എന്താ പ്രശ്നം? പറഞ്ഞു കൊടുക്കണോ? എന്റെ കോഴി മുട്ട ഇടുന്നില്ല. കോഴി മുട്ട ഇടണില്ല അല്ലേ? ആ, ഈ പൂവൻ കോഴി എങ്ങനെയാ മുട്ടയിടാ? മുട്ടയിടാ. എന്താ കുഞ്ഞിരാമ? ഒന്നും പറയണെന്റെ പ്രസിഡന്റ്, 6 ദിവസമായിട്ട് തല പൊന്നിട്ടില്ലായിരുന്നു. ദേ ഇവിടെ വന്നു, അദ്ദേഹം ഒന്ന് തലോടി. അതാ പറഞ്ഞത്, ഈ മരുന്ന് ആർക്കും കൊടുക്കാം, ഏത് പൊട്ടനും കൊടുക്കാം. പക്ഷെ കൈപ്പുണ്യം എന്ന് പറയണത് ഒരു വലിയ അനുഗ്രഹമാണ്. ഈശ്വര, എന്താടോ? അല്ല, നല്ല കൈപ്പുണ്യം ഉണ്ടെന്ന് പറയായിരുന്നു. നമസ്കാരം. ഒരു മിനിറ്റ്, ഞാൻ ഈ പാവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു വിട്ടോട്ടെ. അതെ, ഞാൻ 3 ഗുളിക തന്നിട്ടുണ്ടല്ലോ, അത് കയ്യിൽ വെച്ചോളൂ. ദേ, ഇത് പുറത്തുനിന്ന് വാങ്ങാനുള്ളത് ഇവിടെ ഇല്ല. ഏത് സമയത്ത് വേണമെങ്കിലും എന്നെ വന്ന് വിളിച്ചോളൂ, ഞാൻ വന്നോളാം. പൊക്കോളൂ, സന്തോഷമായിട്ട് പൊക്കോളൂ. ശരാ, എന്തുണ്ടേലും ഡോക്ടറോട് തുറന്നു പറഞ്ഞോളൂ കേട്ടോ, നമ്മുടെ സ്വന്തം ആളാണ്. എന്തിനാ എന്നെ ഇങ്ങനെ പറഞ്ഞത്? ഒളിഞ്ഞും പതുങ്ങി നിൽക്കാതെ വെട്ടത്തിൽ വന്ന് നോക്കട്ടെ. മൃഗങ്ങളെ ചികിത്സിക്കാൻ ഡോക്ടറെ കിട്ടി. ഇവിടെ ഭേദമാകാത്ത അസുഖങ്ങളുള്ള ചില അലവലാദികളെ ചികിത്സിക്കാൻ എവിടുന്നാണാവോ ഡോക്ടറെ കൊണ്ടുവരേണ്ടത്? പ്രസിഡന്റ് തമാശയും പറയുന്നുള്ളത് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. അകത്തേക്ക് പൊക്കോളൂ, ഞാൻ ഈ പാവങ്ങളെയൊക്കെ ഒന്ന് പറഞ്ഞു വിട്ടിട്ട് ഞാൻ വരാം. Please don't make noise.